എല്ലാവർക്കും ക്വിസ് പോയിന്റ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളുമായാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം നമ്മുടെ ചാനലിൻ്റെ അവസാനം നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ക്വിസ് പോയിന്റ് എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ ഓമന പേര് എന്ത്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: മോനിയ അഥവാ മനു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്തിനായിരുന്നു? ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമല്ല. ഇത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതല്ല. ദക്ഷിണാഫ്രിക്കയിൽ വിവേചനത്തിനെതിരെയുള്ള സമരമാണ് ഇത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ജോഹനാസ്ബർഗിൽ എന്ന സ്ഥലത്ത് വെച്ച് 1908 ആദ്യത്തെ ഗാന്ധിജിയുടെ ജയിൽവാസം. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം എവിടെയാണ്? ബീഹാറിൽ വച്ചായിരുന്നു ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബീഹാർ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്ന്? ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഈ ചാനലിൽ ടൈം കൊടുക്കുന്നില്ല. ഞാൻ ക്വിസ് ആൻഡ് ലേണിംഗ് എന്ന ചാനലിൽ ടൈം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ വീഡിയോസിനും വളരെ ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ വീഡിയോസിന് ടൈം കൊടുക്കുന്നില്ല. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: 1930 മാർച്ച് 12 നമ്മുടെ ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ളത്. അത് നമ്മളുടെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. വർഷം മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് വർഷം മാത്രം കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മാസവും ദിവസവും ചോദിക്കാം. മാർച്ച് 12 ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയിട്ടുള്ളത്. ഏപ്രിൽ 6 അത് അവസാനിച്ചിട്ടുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ചു വെക്കുക. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആറാമത്തെ ചോദ്യം ഇതാണ്: ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം എന്ന്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനാണ് നടന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നീലം കർഷകർക്ക് വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917 നടത്തിയിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഗാന്ധിജി എത്ര ദിവസം ജയിൽവാസം വഹിച്ചിട്ടുണ്ട്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: 2338 ദിവസം. 2338 ദിവസമാണ് ഗാന്ധിജി ജയിൽവാസം വഹിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം 2338 ദിവസം. അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ഉണ്ടാവുക. എട്ടാമത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ വേദി? കൊൽക്കത്തയിലാണ് ആ വേദി ഉള്ളത്. കൊൽക്കത്തയിലായിരുന്നു കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊൽക്കത്ത. ഒമ്പതാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ ജയിൽവാസം വഹിച്ചിട്ടുള്ളത് എവിടെ? ധാർവാദ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഗാന്ധിജി ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം യാർവാദ. പത്താമത്തെ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം? 1924 എന്നതാണ് അതിൻ്റെ വർഷം. സ്ഥലം ചോദിച്ചാൽ ബെൽഗാമിൽ ആണ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1924 ബെൽഗാമിൽ. ഇത് നിങ്ങൾക്കായി ഒരുക്കിയ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി രചിച്ച ആദ്യ കൃതിയുടെ പേര്?
ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. എല്ലാവരും ഗാന്ധി ജയന്തി ക്വിസിൽ ഫസ്റ്റ് നേടി വരിക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.